ഈ ആക്സിഡൻറ്റ് കഴിയുമ്പോൾ നടക്കുന്ന ആക്സിഡൻറ്റ് അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എയർക്രാഫ്റ്റ് എന്തുകൊണ്ടാണ് നമുക്കറിയാം, ഇന്ന് ഉള്ളതിൽ ഏറ്റവും സേഫസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഒരു സംശയമില്ലാതെ പറയും അത് എയർക്രാഫ്റ്റ്സ് ആണ്, അല്ലെങ്കിൽ പ്ലെയിനുകളാണ് എന്നുള്ളത്. കൊമേഴ്ഷ്യലായിട്ടുള്ള നമ്മൾ പറക്കുന്ന പ്ലെയിനുകളാണ് വളരെ സേഫ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. എന്തിനത് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രി ഇത്രയും ബെറ്റർ ആയത്, അല്ലെങ്കിൽ ഇത്രയും സേഫ്റ്റി റെക്കോർഡ്സ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ളതെല്ലാം പല അപകടങ്ങളാണെന്നുള്ളതാണ്, അല്ലെങ്കിൽ അപകടങ്ങളിൽ അനലൈസ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതിനുശേഷം ഒരു കൃത്യമായ ചില പ്രോട്ടോക്കോളുകൾ ഉണ്ടാക്കുകയും അത് പാലിക്കുകയും അതിനനുസരിച്ച് പൈലറ്റ്സിനെ ട്രെയിൻ ചെയ്യുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കാണ് എയർലൈൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നതിനകത്ത് നല്ലൊരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടാവുകയും നമുക്ക് ഏറ്റവും സേഫായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ എയർലൈൻസ് മാറുകയും ചെയ്തു. ഗ്ലോബൽ സേഫ്റ്റി സ്റ്റാൻഡേർഡിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്, ഏതൊരു കാര്യത്തിനായിരുന്നാലും ആക്സിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ചെയിൻ ഓഫ് ഇവൻറ്റ്സ് ആണെന്നുള്ളത് ഓർക്കുക. ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഏത് സംഭവമാണ് എടുത്തുള്ളത്, അതൊരു ഒരൊറ്റ കാരണമല്ല, ഒരു കൂട്ടം കാരണങ്ങളുടെ ഒരു ചെയിൻ ഓഫ് ഇവൻറ്റ്സ് ആണെന്ന് പറയാം. ഇതെല്ലാം സംഭവിച്ചാൽ മാത്രമേ സാധാരണഗതിയിൽ ആക്സിഡൻറ്റ്സ് നടക്കുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ ഹാപ്പി ലാൻഡിൽ നടന്ന സംഭവം തന്നെ ആലോചിച്ച് നോക്കൂ. പലതരത്തിൽ ഇപ്പോൾ പ്രോപ്പറായിട്ട് എല്ലാ വർഷവും, അതായത് പ്രോപ്പറായിട്ട് കൺസ്ട്രക്റ്റ് ചെയ്ത ഒരു സാധനം, പ്രോപ്പറായിട്ട് ഇൻസ്പെക്ഷൻ നടത്തുന്ന ഒരു സാധനം, പ്രോപ്പറായിട്ട് സേഫ്റ്റി റെക്കോർഡ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തു പോവുക, എല്ലാ ദിവസവും അത് ചെക്ക് ചെയ്യുക, അങ്ങനെ ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമോ? ഇല്ല എന്നുള്ളതാണ് സത്യം.